ലോക്ക്ഡൌൺ തുടരുന്ന നമ്മുടെ നാട്ടിൽ നിന്നുമുള്ള കാഴ്ചകളാണ് ഇത്. തിരുവനന്തപുരം വഴയിലയിൽ രാവിലെ വൻ ഗതാഗത കുരുക്കായിരുന്നു. കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിൽ സമീപകാലത്തൊന്നും കാണാത്ത വാഹനങ്ങളുടെ നിര. ആലപ്പുഴയിലും തൃശൂരിലും കോട്ടയത്തുമെല്ലാം തിരക്ക്. പാലിയേക്കര ടോൾ പ്ലാസയിൽ യൂത്ത് കോൺഗ്രസുകാരുടെ പ്രതിഷേധം. ജനങ്ങൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങിയതോടെ പലയിടത്തും തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് നന്നേ പാടുപെട്ടു. ഭാഗിക ഇളവുകൾ പ്രഖ്യാപിക്കുന്നുവെന്ന സർക്കാരിൻ്റെ പ്രചാരണമാണോ കാര്യങ്ങൾ കൈവിടാൻ കാരണം? അതോ വീടുകളിൽ അടച്ചുപൂട്ടിയിരുന്ന് നമുക്ക് നിയന്ത്രണം നഷ്ടമായോ? ഇങ്ങനെ നിയന്ത്രണം വിടാൻ നമുക്ക് നേരമായിട്ടുണ്ടോ എന്നുള്ളതും പ്രസക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. പൊതുവേദി പരിശോധിക്കുന്നത് ഇന്ന് ഈ വിഷയമാണ്. കൂടുതൽ നിയന്ത്രണങ്ങൾ എന്നിട്ടും എന്ന് കിട്ടും നമുക്ക് ഇളവ്? പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം നമ്മളോടൊപ്പം ശ്രീ സജീവ് തിരുവനന്തപുരത്തു നിന്നുമാണ്. സജീവ് വിളിക്കുന്നത്. സജീവ്, ദൃശ്യങ്ങൾ പലയിടത്തും നിന്നും നമ്മൾ കണ്ടു. ഇപ്പോൾ തിരുവനന്തപുരത്ത്, താങ്കൾ വിളിക്കുന്ന തിരുവനന്തപുരത്താണെങ്കിൽ വഴയില പേരൂർക്കട ഭാഗത്തൊക്കെ ഇന്ന് വലിയ തിരക്കായിരുന്നു രാവിലെ. അതോടൊപ്പം തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരം ഒക്കെ ഒരു ഹോട്ട്സ്പോട്ടാണെന്നൊക്കെയാണ് കണക്കുകളിലൊക്കെ പറയുന്നത്. എന്താണ് ഇതൊക്കെ കണ്ടപ്പോൾ പറയാനുള്ളത് സജീവ്? സജീവ് കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ അഭിപ്രായം പറഞ്ഞോളൂ സജീവ്. ഇതിപ്പോ വലിയ തിരക്കായിട്ട് ഇങ്ങനെ വരുന്നെങ്കിലും അതിപ്പോ ഗവൺമെന്റ് ചെയ്യുന്ന ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നുള്ളൂ. കാര്യം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത് ഈ ലോക്ക്ഡൌൺ നീട്ടിയതും ഇത്രയും കടുത്ത നിയന്ത്രണങ്ങൾ വരുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ചെയ്തതുകൊണ്ട് അല്പം ബുദ്ധിമുട്ട് സഹിച്ചാലും ഇതിൽ വേറെ കുഴപ്പമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ ജനങ്ങൾ തന്നെ സ്വയം ശ്രദ്ധിക്കണം, അല്ലെ? കുറച്ചുകൂടെ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കുക. ഇത് നമുക്ക് വേണ്ടിയാണെന്നുള്ള ഒരു തോന്നലാത്തെ ഉണ്ടാവുക. വളരെയധികം നന്ദി. ശ്രീ ദാസൻ, ഇപ്പോൾ വടക്കൻ ജില്ലകളാണെങ്കിൽ അത് കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, മലപ്പുറമൊക്കെ വലിയ ജാഗ്രതയുള്ള സ്ഥലമാണ്. എന്നിട്ട് പോലും കണ്ണൂരിലൊക്കെ ഇന്ന് വലിയ തിരക്കാണ് കണ്ടത്. എന്ത് പറയുന്നു ദാസൻ? നമ്മുടെ നാട്ടിലൊക്കെ കണ്ടമാനം വണ്ടികൾ ഓടിക്കൊണ്ട് പോയി. ഞാൻ ഇന്ന് ഒരു അർജന്റായിട്ട് 18 കിലോമീറ്റർ ദൂരം നടന്നു വന്ന ആളാണ്. 18 കിലോമീറ്റർ. ഇപ്പൊ നിൽക്കാനും പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാനുള്ള പോലീസുകാർ കൃത്യമായിട്ടും താക്കോൽ ഒരു വാങ്ങുക, കൊടുക്കരുത്. ഒരു മാസത്തേക്ക് കൊടുക്കൽ വണ്ടി, അല്ലാതെ ഒരു നിവൃത്തിയോ ചെറുപ്പക്കാർ ഒരു കാര്യമില്ലാന്നാണ് പോയത്. ഒരു കാര്യമില്ല. വീട്ടിൽ കുറെ ദിവസം ഇരുന്ന് മുഷിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചുമ്മാ വണ്ടി എടുത്ത് പോകുക. അതുകൊണ്ട് പോലീസ് കർശനമായിട്ട്, പോലീസ് എന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ പോലീസ് വിമർശിക്കലായിരുന്നു. പക്ഷേ പോലീസുകാർ ഇപ്രാവശ്യം ചെയ്യുന്ന പണി വളരെ കഷ്ടപ്പാടാണ്. അവർ എത്രമാത്രം പാടുപെടുക. എന്നിട്ടും ജനങ്ങൾ രാവും പകലും വ്യത്യാസമില്ലാതെ അല്ലേ? അവർ നമിക്കണം. ആരോഗ്യവകുപ്പിന്റെ ആൾക്കാർ പോലെ തന്നെ കഷ്ടപ്പെടുക ഈ പോലീസുകാർ. എന്നിട്ട് പോയി നമ്മളെ പോലത്തെ ആൾക്കാർ എന്താ നമ്മൾ ഇങ്ങനെ ആയിപ്പോയ മലയാളി എന്നാണ്. ഒരു രക്ഷയില്ല ഇവരോട് പറഞ്ഞിട്ട്. വളരെയധികം നന്ദി ദാസൻ. ശ്രീ രമണൻ കൂടി ചേരുന്നു. രമണൻ, ഇതാണ് സാഹചര്യം. ഇപ്പോൾ കാൽടെക്സ്, കണ്ണൂർ കാൽടെക്സ് ഒക്കെ ആണെങ്കിൽ ഇതും വലിയ നിരയായിട്ട് കിടക്കുകയായിരുന്നു വാഹനങ്ങൾ. കണ്ണൂർ ഓർക്കുക, ഹോട്ട്സ്പോട്ടാണ്. വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങരുത്, 3 ലെയറായിട്ട് സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും വലിയ ആൾത്തിരക്കായിരുന്നു കണ്ണൂരിലൊക്കെ. മാത്രമല്ല, കണ്ണൂരിലൊക്കെ സ്ഥിതി കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അല്പം ആശങ്കപ്പെടുത്തുന്നതാണ്. കാരണം കേരളത്തിൽ മൊത്തം 129 കേസുകളാണ് ഇന്നുള്ളതെങ്കിൽ, 114 കേസുകളാണ് ഇന്നുള്ളതെങ്കിൽ അതിൻ്റെ പകുതിയോളം, ഏതാണ്ട് 52 കേസുകളും ഇപ്പോൾ കണ്ണൂരിലാണ്. അങ്ങനെയൊക്കെ ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കാര്യം കൈവിടില്ലേ? സാറേ, പിന്നെ ഇപ്പൊ കണ്ണൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് വന്നിരിക്കുകയാണ് കേരളത്തിൽ. അതെ. കാരണം ഗവൺമെന്റ് ഒരു ചെറിയ ഇളവെന്നുള്ള രീതിയിൽ നമ്മളിപ്പോ ചില സ്ഥലങ്ങളിലേക്ക് കൊടുത്തപ്പോ അത് ഉടനെ അത് ജനങ്ങൾ ദുർവിനിയോഗം ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. കാരണം ഈ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ ഒരിക്കലും പിന്നെ ഇത് നമുക്ക് തടുക്കാൻ പറ്റിയല്ല. കാരണം ഇപ്പൊ വീണ്ടും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് വളരെ ഒരു നല്ല തീരുമാനമാണ്. ഇങ്ങനെ തന്നെ തുടരണം എന്നുള്ളതിനാണ്. ഈ മെയ് പകുതി വരെയെങ്കിലും നല്ല കടുത്ത നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. അല്ലെങ്കിൽ വീണ്ടും ഇത് സ്പ്രെഡാകാനുള്ള ചാൻസ് കൂടുതലാണ് കേരളത്തിൽ. വളരെയധികം നന്ദി. ശ്രീ ശങ്കരൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ശങ്കരൻ, ഈ താങ്കൾ വിളിക്കുന്നപ്പോൾ വടകര എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളൊക്കെ എന്താണ് സാഹചര്യം? വടകരയൊക്കെ കടുത്ത നിയന്ത്രണം തന്നെയാണ്. പക്ഷെ എങ്കിലും ജനങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട്. ഇതിനൊക്കെ കാരണം ഒരു പരിധിവരെ ഭരണാധിവർഗം തന്നെയാണ്. കാരണം അവര് നിയന്ത്രണം കൊടുക്കുന്നതിൽ ഇളവ് വരുത്തേണ്ട ഒരു ആവശ്യമൊന്നും ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് കേന്ദ്രത്തിനെ ധിക്കരിച്ചുകൊണ്ട് കേന്ദ്രം പറയുന്നതിന് മുമ്പേ ഞങ്ങൾ ഇവിടെ ഇളവ് കൊടുത്തു എന്നുള്ള ഒരു മെജോറിറ്റിയും കൂടി
മേടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കേരള സർക്കാരിനുണ്ടായിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതെല്ലാം നിയന്ത്രിച്ച് കൊണ്ടുവന്നു, ജനങ്ങളെ സുരക്ഷിതരാക്കി എന്ന് പൊതുസമൂഹത്തിൽ വരുത്തി തീർക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. അങ്ങനെയല്ല. ഞാൻ എന്ന ഭാവം ഒരു മനുഷ്യൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അയാളെ തിരുത്താൻ പിന്നെ ആർക്കും പറ്റൂല. അത് മരണത്തിലേക്ക് പോയി ചാടുക എന്നല്ലാണ്ട് വേറൊരു മാർഗ്ഗമില്ല. ആ ഒരു ഭാവം കേരള സർക്കാർ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ധാരണ ഉണ്ട്. വളരെയധികം നന്ദി ശ്രീ ശങ്കരൻ. ശ്രീമതി മഞ്ജു കൂടി ചേരുന്നുണ്ട്. കൊല്ലത്തു നിന്നുമാണ് മഞ്ജു വിളിക്കുന്നത്. മഞ്ജു, കൊല്ലമൊക്കെ ഇപ്പോൾ ഒരു ഇളവിന്റെ ഘട്ടത്തിലേക്ക് പോയിട്ടില്ലാത്ത സ്ഥലമാണ് എങ്കിൽ പോലും കൊല്ലത്ത് നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ പല റോഡുകളിലുമൊക്കെ. മഞ്ജുവിന്റെ അഭിപ്രായത്തിൽ ആളുകൾ സ്വയം നിയന്ത്രിക്കുകയല്ലേ ആദ്യം വേണ്ടത്? അതെ, തീർച്ചയായിട്ടും. അതിനേക്കാളും വലുത് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, കേന്ദ്രം നമുക്ക് പറഞ്ഞിരിക്കുന്ന ലോക്ക്ഡൌണിന്റെ തീയതി എന്ന് പറയുന്നത് മെയ് 3-ാം തീയതിയാണ്. പിന്നെ എന്ത് കാര്യത്തിനാണ് ഈ മുഖ്യമന്ത്രി ഒരളവ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്? ഇപ്പൊ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ജനങ്ങൾ പുറത്തിറങ്ങാൻ എന്നുള്ളൊരു ഇത് മാത്രം മതിയായിരുന്നു. ഈ പറയുന്നത് പോലെ ബാർബർ ഷോപ്പ് തുറക്കുന്നു, കടയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അതൊക്കെ അല്ലേ? ഒന്നും ഒരാവശ്യം അല്ല ഞാൻ പറയുന്നത്. ഇതിന്റെ ഒന്നും ഒരാവശ്യങ്ങളും ഇല്ല. 22, അതായത് മാർച്ച് 22 ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങൾ എങ്ങനെയായിരുന്നു? വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു, ആരും നിരത്തിലിറങ്ങിയിട്ടില്ല. അപ്പൊ നമ്മളെ തന്നെ കരിവാരത്തേക്കുന്ന പണിയാണ്. ഇല്ല, അവസാനം കൊണ്ടിട്ട് പടിവരി കൊണ്ടിട്ട് കല ഉടച്ചു എന്ന് മാത്രം പറയാനേ ഉള്ളൂ ഇതിനകത്ത്. വളരെയധികം നന്ദി മഞ്ജു. ശ്രീ മുരുകേഷ് കൂടി ചേരുന്നുണ്ട്. അങ്ങനെ സംഭവിച്ച മുരുകേഷ്, സംസ്ഥാന സർക്കാർ തന്നെ ഇളവുകൾ പല തട്ടുകളിലായിട്ട് പ്രഖ്യാപിച്ചു. ബാർബർ ഷോപ്പ് തുറക്കാം, വർക്ക്ഷോപ്പ് തുറക്കാം, കടകളിലിരുന്ന് ഭക്ഷണം കഴിക്കാം, ബുക്ക് സ്റ്റാളുകൾ തുറക്കാം, വാഹനങ്ങളിൽ 2 പേർക്ക് ഇരുചക്ര വാഹനത്തിൽ പോകാം, കാറിൽ 3 പേർക്ക് പോകാം. അങ്ങനെയൊക്കെ സർക്കാർ പറഞ്ഞതാണോ ഇപ്പോൾ ആളുകൾ ഇങ്ങനെ തിരത്തിലിറങ്ങാൻ കാരണം? എന്ത് തോന്നുന്നു താങ്കൾക്ക്? തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2 പ്രാവശ്യമാണ് ലോക്ക്ഡൌണിനെ നീട്ടിനെ സംബന്ധിച്ച് തീരുമാനിച്ചത്. ഈ 2 പ്രാവശ്യം നീട്ടിയപ്പോഴും പലതരത്തിലുള്ള ഘട്ടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ഒരു വിശ്വാസ നിലയിൽ എനിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഈ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിട്ട് ചട്ട ലംഘനം തന്നെ എനിക്ക് മനസ്സിലാക്കുന്നത് ചട്ട ലംഘനം തന്നെയാണ്. ലോക്ക്ഡൌണിന്റെ ചട്ട ലംഘനം തന്നെയാണ് ഈ സംസ്ഥാന സർക്കാർ. സ്വയം അഹങ്കരിക്കുകയാണ്. ആരോഗ്യരംഗത്ത് മികച്ച മുന്നേറ്റം നടത്തുന്ന ഈ കേരളത്തിന്റെ ഈ രീതിയെ ഇത് നശിപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ഗവൺമെന്റ് ഈ തീരുമാനം വളരെ തെറ്റായ തീരുമാനം തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഈ നിയന്ത്രണത്തിൽ വളരെ കർശനമായ നിയന്ത്രണം. ഇപ്പൊ കൊല്ലത്ത് തന്നെ നമ്മൾ കുളത്തുപുഴയിൽ റെഡ് സോണിനെ സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, കൊല്ലത്ത് നമുക്ക് ഇതേവരെ ഈ ലക്ഷണവുമായി ബന്ധപ്പെട്ട് 1-2 പേര് മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. വളരെ നിരീക്ഷണമായി ഇപ്പൊ കോവിഡ് സ്ഥിരീകരിച്ചിട്ട് ആൾക്കാരായിട്ട് മാറി റെഡ് സോണായിട്ട് മാറ്റിയെടുക്കുകയാണ്. അതുപോലെ ഇത് വളരെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇതൊരു കേരളത്തിന്റെ ഒരു നാശത്തിലേക്ക് മാറുകയാണ്. അടുത്തൊരു വലിയൊരു വിപത്തും നമ്മൾ മുന്നിൽ കാത്തു കിടക്കുമ്പോൾ ഈ വിപത്തിനെ എത്രത്തോളം പരിഹരിക്കാൻ പറ്റുമോ അത്രത്തോളം പരിഹരിക്കാൻ ശ്രമം നടത്തും. വളരെയധികം നന്ദി മുരുകേഷ്. ശ്രീ നിസാർ കൂടി ചേരുന്നുണ്ട്. നിസാർ പാലക്കാട് നിന്നുമാണ് വിളിക്കുന്നത്. നിസാർ പറഞ്ഞോളൂ. ഇവിടെ പല ആളുകളും പല അഭിപ്രായങ്ങളും പറയുന്നത് കേട്ടു. ഇത് അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതെന്തോ വൈരാഗ്യം തീർക്കുന്നത്. സർക്കാർ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? സർക്കാർ ഏറ്റവും നല്ല ലോകത്ത് തന്നെ മാതൃകയായിട്ടുള്ള രീതിയിലാണ് സർക്കാർ കോവിഡിനെ നിയന്ത്രിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചത്. പിന്നെ ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല രാഷ്ട്രീയ പാർട്ടികളും നടന്ന ഗൂഢാലോചനകൾ മാത്രമാണത്. അല്ല, പ്രതിപക്ഷം പറയുന്നത് സർക്കാരിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തുക, നേട്ടമുണ്ടാക്കുക, അതാണ് സർക്കാർ ഈ കൊട്ടിഘോഷിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പൊതുജനം എന്നുള്ള നിലയ്ക്ക് എന്റെ എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോടും ആഭിമുഖ്യം അല്ലെങ്കിൽ ഒരു കടമ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോഴത്തെ ഒരു പൊതുജനം എന്ന നിലയ്ക്ക് എന്റെ അഭിപ്രായം പറയുമ്പോൾ ലോകത്ത് തന്നെ മാതൃകയായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും. അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് പ്രതിപക്ഷമാണ്. ഇവിടുത്തെ പ്രതിപക്ഷം എന്ത് ചെയ്തു? ഈ കൊറോണനെ കുറിച്ച് വിവാദങ്ങൾ, ഇപ്പൊ ഷാജിയുടെ വിവാദങ്ങൾ അടക്കം ഇവിടെ ഇപ്പോൾ ഉണ്ടായി. ഈ കൊറോണ സമയത്ത് ഉണ്ടാവേണ്ട വിവാദങ്ങളാണ് അതൊക്കെ. അപ്പൊ ഇവിടെ തക്കതമായ രാഷ്ട്രീയമാണ് പ്രതിപക്ഷം കളിക്കുന്നത്. സർക്കാരിനെയും സർക്കാർ സംവിധാനങ്ങളെയും ഉദ്യോഗസ്ഥരെയും പോലീസ് സംവിധാനങ്ങളെയും അധിക്ഷേപിക്കുക. ഇപ്പൊ ലോക്ക്ഡൌണിൽ ജനങ്ങൾ ലോക്ക്ഡൌണിനെ അതിക്രമിച്ച് പുറത്ത് കടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പോലീസ് എന്തെങ്കിലും ചെയ്താൽ എന്താ പറയാ ആളുകൾ? വളരെയധികം നന്ദി സാർ. അപ്പോൾ പോലീസിനെതിരെ ആയിരിക്കും പരാതി. ശ്രീ രതീഷ് കൂടി ചേരുന്നുണ്ട്. രതീഷ്, സർക്കാർ തന്നെ പല വിധത്തിലുള്ള ഇളവുകൾ പ്രഖ്യാപിക്കുകയും അത് തിരുത്തുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണോ ആളുകൾ നിരത്തിലിറങ്ങുന്നത്? അതോ ആളുകൾക്ക് ഇനി മതി എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ടാകുമോ? രതീഷിന്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഇവിടെ സർക്കാർ ഇപ്പോ ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ല കാര്യങ്ങളും അതുപോലെ ആരോഗ്യ പ്രവർത്തകർക്ക് നല്ല രീതിയിൽ ഇവിടെ കേരളത്തിലെ ജനങ്ങളെ രക്ഷപ്പെടുത്തുവാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ഇതില് ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് എനിക്കുള്ള ഒരു അഭിപ്രായം. പോലീസും സർക്കാരും ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ജനങ്ങൾ സ്വന്തം സുരക്ഷ ആദ്യം നോക്കണം അല്ലേ? അതെ അതെ. വളരെയധികം നന്ദി. ശ്രീ തമ്പി കൂടി ചേരുന്നുണ്ട്. പറഞ്ഞോളൂ രതീഷ്, കേൾക്കാം. ഇപ്പൊ ഈ സർക്കാർ ഏറ്റവും നല്ല രീതിയിലുള്ള ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി രതീഷ്. ശ്രീ തമ്പി ചേരുന്നു, കിളിമാനൂരിൽ നിന്നുമാണ് തമ്പി വിളിക്കുന്നത്. പറഞ്ഞോളൂ തമ്പി. സാർ, ഇതിൽ കൂടുതൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം സാറേ? ഗവൺമെന്റ് എല്ലാ കാര്യത്തിലും വളരെ കൃത്യനിഷ്ഠയായിട്ട് കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുന്നു. നമ്മുടെ ജനങ്ങളെന്ന് പറയുന്നത് തുറന്നിട്ട് കൊടുക്കുക, എന്തു ആവാമെന്നുള്ള ഒരു സമീപനമുണ്ട്. ഇന്ന് കുളത്തൂപ്പുഴ രോഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ രോഗമില്ലാത്ത ഏരിയയിൽ ആർക്ക് വേണോ ഇറങ്ങി സഞ്ചരിക്കാമെന്നുള്ളൊരു ധാരണ നമ്മുടെ മലയാളികൾക്കുണ്ട്. ആ മലയാളികളുടെ ആ ധാരണ മാറ്റിയാൽ മാത്രമേ നമുക്ക് പോലീസിനും ഇവിടുത്തെ ഗവൺമെന്റിനും ഇത് ശരിക്കും നടത്തിക്കൊണ്ട് പോകാൻ പറ്റൂ. മീൻകടയിലോ മത്സ്യക്കടയിലോ മറ്റുള്ള മാർക്കറ്റിൽ നിങ്ങൾ മാസ്ക് ടൈപ്പ് അല്ലെങ്കിൽ കർച്ചീഫും ധരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ കേൾക്കൂല. അതിന് ഗവൺമെന്റിനെയോ കേരള സർക്കാരിനെയോ സെൻട്രൽ ഗവൺമെന്റിനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ഇത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരില്ലേ, നമ്മുടെ ജനങ്ങൾ കൂടെ കുറച്ചുകൂടെ സഹകരിക്കണം ഇതിന്റെ കൂടെ. അതെ, ശരിയാണ് തമ്പി, വളരെയധികം നന്ദി. ശ്രീ മധു കൂടി ചേരുന്നു ആറ്റുകാലിൽ നിന്ന്. ശ്രീ മധു, തിരുവനന്തപുരത്ത് ഇപ്പോൾ താങ്കൾ ആറ്റുകാലിൽ നിന്നുമാണ് വിളിക്കുന്നത്. ആറ്റുകാൽ, ഈസ്റ്റ് ഫോർട്ട് ആ ഭാഗങ്ങളിലൊക്കെ ഇന്ന് രാവിലെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. പോലീസ് നന്നായി വാഹനങ്ങൾ അത് തടയാനൊക്കെ പാടുപെടുന്നതൊക്കെ ദൃശ്യങ്ങളിൽ, രാവിലെയുള്ള ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. അപ്പോൾ ആളുകൾക്ക് ഇനി തെരുവിലിറങ്ങാം, ഇനി ഒന്നും സംഭവിക്കില്ല, അങ്ങനെ ഒരു അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഉള്ളതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതെ, ഇത് നല്ല കാര്യമാണ്. ഇപ്പോൾ കുറച്ചു പേരൊക്കെ ഈ അസുഖം വന്നിട്ടുള്ളൂ. ഇപ്പൊ കുറച്ചു പേരൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങിയാലേ ഇതിൽ കൂടുതൽ കൈവിട്ടു പോകും. അപ്പോൾ എന്താ ചെയ്യും ഗവൺമെന്റ്? കാര്യങ്ങൾ കൈവിട്ടു പോകുമല്ലേ? അതെ അതെ. റൈറ്റ്, വളരെയധികം നന്ദി. ടി വി ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിക്കുക ശ്രീ മധു. ശ്രീ മുരളീധരൻ കൂടി ചേരുന്നുണ്ട്. പറഞ്ഞോളൂ മുരളീധരൻ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ പലതരം അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ടു. ഒരു ക്ലാസ്സിൽ റാങ്ക് കിട്ടിയ കുട്ടി എനിക്ക് റാങ്ക് കിട്ടിയെന്ന് തന്നെ പറയും. സർക്കാർ ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പറയുന്നത് തെറ്റുമില്ല. ഈ ലോകത്ത് നടക്കുന്ന ഇത്രയും മരണങ്ങളും ഇതെല്ലാം ഒഴിവാക്കി സർക്കാരിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും നമ്മുടെ ആരോഗ്യമന്ത്രിയും ആരോഗ്യ പ്രവർത്തകരും ജനങ്ങളും സഹകരിച്ചുകൊണ്ട് ഇത്ര ലോകത്ത് നമ്പർ 1 ആയി നമുക്ക് മുന്നേറാൻ സാധിക്കുമ്പോൾ അത് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. രണ്ടാമത്തെ മുഖ്യമന്ത്രി റാങ്ക് കിട്ടിയെന്ന് അവകാശപ്പെടുന്നതിൽ തെറ്റില്ല എന്ന് ഒരു തെറ്റുമില്ല സാർ. റാങ്ക് കിട്ടിയ കുട്ടി റാങ്ക് കിട്ടിയെന്ന് തന്നെ പറയും. നമ്മൾ ലോകത്ത് ഒന്നാമതായി നിൽക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് ഓരോ പ്രവാസികളുടെയും വിളികൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരെ. ഈ റാങ്ക് കിട്ടിയ ആള് റാങ്ക് കിട്ടി എന്ന് പറയുമ്പോൾ പഠിക്കാത്ത ആളുകൾ അതിൽ അസൂയപ്പെടേണ്ട കാര്യമില്ല അല്ലെ? ഇല്ല, തീർച്ചയായും ഇല്ല. അതല്ല, നമ്മൾ താരതമ്യമല്ല ചെയ്യേണ്ടത്. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയെന്ന് പറയണം, പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ, ഇത്രയും വികസിത രാജ്യങ്ങളിൽ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കേരളത്തിലെത്തി നമ്മൾക്ക് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് പരിഭ്രാന്തരാവുകയാണ് ചെയ്യുന്നത് അവരുടെ ആരോഗ്യത്തെ കുറിച്ചിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കേരളത്തിലിരിക്കുന്ന നമുക്ക് ഒരു പരിഭ്രാന്തിയില്ലാതെ നമ്മളിങ്ങനെ ജീവിക്കുന്നു. വളരെയധികം നന്ദി ശ്രീ മുരളീധരൻ. ശ്രീ ജോസഫ് കൂടി ചേരുന്നുണ്ട്. കാസർഗോഡ് നിന്നുമാണ് ജോസഫ് വിളിക്കുന്നത്. ജോസഫ്, കാസർഗോഡായിരുന്നു ഒരു ഘട്ടത്തിൽ കേരളത്തിന്റെ ഏറ്റവും പേടി സ്വപ്നമായിരുന്നത്. പിന്നീട് അതെല്ലാം മാറി. കാസർഗോഡ് നിന്ന് ഈ രോഗികളിൽ വലിയൊരു ശതമാനം ആശുപത്രി വിട്ടുപോയി. പയ്യെ അത് കണ്ണൂരിലേക്ക് മാറുന്നു. കണ്ണൂരിൽ പക്ഷേ ആളുകൾ ഇന്ന് കൂട്ടത്തോടെ തെരുവിലിറങ്ങുന്ന സാഹചര്യമെല്ലാം കണ്ടു. എങ്ങനെയാണ് ഇപ്പോൾ കാസർഗോഡ് സാഹചര്യം? എന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ജോസഫ്? കാസർഗോഡ് ജില്ലയില് പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ ജോസഫ്. ഈ കാസർഗോഡ് ജില്ലയില് ഇത്രമാത്രം ഒരു മാറ്റം വരാനും ഇവിടെ ഇപ്പൊ പുതിയതായിട്ട് ഒരു കോവിഡ് ആശുപത്രി ഉണ്ടാക്കാനും തന്നെ ഈ സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതെ, 3 മാസത്തിനുള്ളില് ഈ ആശുപത്രി ഇവിടെ നിലവിൽ വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടോ താങ്കൾക്കും? അത് തീർച്ചയായിട്ടും പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇത്രമാത്രമൊക്കെ ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി ഇതല്ല ഇതിനപ്പുറം ചെയ്യുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഏതായാലും കാസർഗോഡ് കാര്യങ്ങളൊക്കെ വലിയ ആശ്വാസം ഉണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും. പിന്നെ മാത്രമല്ല, ഈ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നതിൽ ഉളിയത്തെടുക്കുക എന്ന് പറഞ്ഞ ഒരു ഉൾപ്രദേശത്താണ് കൊണ്ടുവന്ന് വെച്ചത്. അത് UDF സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്നതാണ്. ഇവര് ശരിക്കും പറഞ്ഞാൽ മംഗലാപുരം ലോബിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ലീഗിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ ചെയ്ത ഒരു തന്ത്രപരമായ ഒരു നീക്കമാണ്. വളരെയധികം നന്ദി ജോസഫ്. ശ്രീ ഹാരിസ് കോഴിക്കോട് നിന്നും ചേരുന്നു. ശ്രീ ഹാരിസ്, കോഴിക്കോടും ഈ പറയുന്നത് പോലെ വലിയ നിയന്ത്രണങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്.
അപ്പോൾ ഇന്നും പക്ഷേ കോഴിക്കോട് ഈ പറയുന്ന കണ്ണൂരൊക്കെ കണ്ട അത്രയും തിരക്ക് കണ്ടിരുന്നില്ല. പക്ഷേ എന്നാലും വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ജനങ്ങൾ നിയന്ത്രണം വിട്ട് തെരുവിലിറങ്ങാൻ നേരമായോ? അത് വലിയ അപകടമുണ്ടാക്കില്ലേ ഹാരിസ്? ഇല്ല സാറേ, പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗവൺമെന്റിനെ ഒരു കാരണവശാലും ഗവൺമെന്റിനെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനെ പോലീസ് ഓഫീസർമാരെ ഒരു കാരണവശാലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ജനങ്ങൾ തന്നെയാണ് പഠിക്കേണ്ടത്. അതായത് ജനങ്ങള് നമ്മളിപ്പോ ഒരു ചെറിയൊരു ഇളവ് കൊടുക്കുമ്പോഴേക്ക് ജനങ്ങൾ തീർത്ത് റോഡിൽ ഇറങ്ങുന്ന ആ ഒരു സ്വഭാവം, ആവശ്യങ്ങൾക്ക് ഇറങ്ങാം, അനാവശ്യമായിട്ട് ഇതിന്റെ ഗൗരവം ഇപ്പോഴും ചിലർക്ക് മനസ്സിലാകാത്ത ഒരവസ്ഥയെന്നുള്ളത് അതാണ്. ഇപ്പൊ പിന്നെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് വന്നതിന്റെ ശേഷം എത്ര പ്രളയം രണ്ട് പ്രളയം, ഒരു നിപ്പ. അതെ, ഒരു നിപ്പ. ആ നിപ്പ ഒക്കെ വന്നപ്പോ നല്ല അതായത് ആരോഗ്യവകുപ്പ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് അത് അതേപോലെ തന്നെ നമുക്ക് നേരിടാൻ പറ്റി. വളരെയധികം നന്ദി ഹാരിസ്. ശ്രീലേഖ കൂടി ചേരുന്നു. ശ്രീലേഖ, സർക്കാരിന്റെ നല്ല പ്രവർത്തികളിലൊന്നും സംശയമില്ല. പക്ഷേ സർക്കാരിനെതിരെ പല വിമർശനങ്ങളും നമ്മളിപ്പോൾ കേൾക്കുന്നുമുണ്ടല്ലോ. അപ്പോൾ ഈ സർക്കാർ ഈ ഇളവുകളുടെ കാര്യത്തിൽ ആദ്യം ഇന്ന് കുറേ ഇളവുകളൊക്കെ പ്രഖ്യാപിക്കുന്നു, കേന്ദ്രത്തിൽ നിന്ന് നോട്ടീസ് വരുന്നു, ഇളവുകൾ പിന്നീട് തിരുത്തുന്നു, ഇതൊന്നുമില്ല എന്നും പറഞ്ഞ് അപ്പോഴേക്ക് ആളുകൾ വിചാരിച്ചു ഇളവുകളായി ഇന്നലെ മുതൽ, തിങ്കളാഴ്ച മുതൽ, 20-ാം തീയതി മുതൽ ഒക്കെ നിരത്തിലിറങ്ങാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ആളുകൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സർക്കാരിന്റെ നടപടി കാരണമായിട്ടുണ്ടാകുമോ ശ്രീലേഖ? ഇല്ല, അത് ഉണ്ടാവില്ല. കാരണം നമ്മളിപ്പോ അന്യ സംസ്ഥാനത്തിൽ ഇരിക്കുന്ന മലയാളിയാണ്, നമുക്ക് എല്ലാ വീടും അവിടെ ഇല്ലാണ്ട്. പക്ഷെ നമ്മുടെ സംസ്ഥാനം ഒന്നും ഇല്ലാണ്ട് രോഗമെല്ലാം വിമുക്തരെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം വളരെയധികം ഉള്ള കാര്യമാണ്. പക്ഷേ ഗവൺമെന്റ് ഇപ്പൊ അങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് ജനങ്ങളുടെ എന്തെങ്കിലും മരുന്നോ കാര്യങ്ങളൊക്കെ മേടിക്കാൻ എന്നുള്ളൊരു 2 ദിവസത്തെ ഒരു 4 ദിവസത്തെ ഇളവുകളായിരിക്കും കൊടുത്തത്. ജനങ്ങള് വീട്ടിൽ പ്രായമായിരിക്കുന്നവരെ മരുന്നുകളൊക്കെ മേടിക്കാനായിരിക്കും പുറത്തിറങ്ങിയത്. ഇതിനിപ്പോ നമ്മൾ പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടായിട്ട് കാണണ്ട. പക്ഷേ എന്നാലും കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് ഇപ്പോൾ നമ്മൾ കേരളം മാത്രമല്ലല്ലോ ഈ രോഗം വന്നിരിക്കുന്നത്. അപ്പൊ ലോകം ആകമാനം വന്നു, ഇന്ത്യയിൽ വന്നു. അപ്പൊ നമുക്കിത് ഒറ്റക്കെട്ടായിട്ട് ഒരു നിയമം തന്നെ കൊണ്ടുപോകണം. അതാണ് ഉത്തമം. അതില് കേരളമെന്നോ കേന്ദ്രമെന്നോ ഉള്ള വ്യത്യാസമില്ല. ജനങ്ങളുടെ സുരക്ഷ, ജീവൻ, ജീവിതം, ഇതൊക്കെ നോക്കിയാൽ മതി അല്ലേ? അതെ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ജനങ്ങൾക്കാണ് ഇവിടെ മുൻതൂക്കം. ഗവൺമെന്റിനേക്കാളും കൂടുതൽ ജനങ്ങളാൽ ശ്രദ്ധിക്കപ്പെടണം. അതാണ് ഇവിടെ വേണ്ടത്. വളരെയധികം നന്ദി ശ്രീലേഖ. ശ്രീ സജീവ് കൂടി ചേരുന്നു. പറഞ്ഞോളൂ സജീവിന്റെ കാഴ്ചപ്പാട്. അതെ, നമ്മുടെ ഗവൺമെന്റ് ഇളവുകൾ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങള് ഇത്രയും ദിവസം 10, 28, 30 ദിവസത്തോളം വീട്ടിലിരിക്കുകയും അവര് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ പോലും പുറത്തിറങ്ങാതെ അവരത്രയും നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ഒരു ഇളവൊക്കെ ആഗ്രഹിക്കും. അപ്പൊ ഞാൻ തന്നെ എനിക്ക് ചെറിയ അസുഖങ്ങളോ പനിയൊക്കെ വന്നപ്പോൾ പോലും നമ്മൾ ആശുപത്രിയിലൊക്കെ പോകാതെ ഉള്ള വീട്ടിലെ മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ട് വീട്ടിലൊക്കെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത്യാവശ്യത്തിന് പുറത്തിറങ്ങുമ്പോൾ ഈ ജനങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പുറത്തിറങ്ങാൻ തുടങ്ങുകയും ഗവൺമെന്റിനെ കുറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് ഇങ്ങനെ ചെറിയ ചെറിയ ഇളവുകളൊക്കെ കൊടുക്കുകയും മറ്റൊക്കെ ചെയ്യുന്നത്. അപ്പൊ ജനങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ഇതിനെ കാണുകയും ഈ നമുക്കുണ്ടായ ഈ അപാകതകളില്ലാതെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അറിയപ്പെടുന്ന ഒരു രീതിയിലേക്ക് കേരളത്തെ മാറ്റുന്നതിന് വേണ്ടി ജനങ്ങൾ കൂടുതൽ സഹകരിക്കണമെന്നാണ്. വളരെയധികം നന്ദി സജീവ്. ശ്രീ മുഹമ്മദ് കൂടി ആലുവയിൽ നിന്നും ചേരുന്നു. ശ്രീ മുഹമ്മദ്, ജനങ്ങൾ സ്വയം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ കേരളത്തിൽ വീണ്ടും ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകില്ലേ? അതെ സാറേ, അതെ, നമ്മുടെ കേരളത്തിൽ അധികം പേര് മരണപ്പെട്ടിട്ടില്ലല്ലോ. അതെ, അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് ജനങ്ങൾ അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്. നമ്മളൊക്കെ വീട്ടിലിരിക്കുകയാണ് എല്ലാവരും. അപ്പൊ നമ്മുടെ മുമ്പിൽ കൂടെയാണ് ഈ വണ്ടിയും ആയിട്ട് ആളുകൾ ഇങ്ങനെ നടക്കണം. അതെ, നമ്മളൊക്കെ വെറും വിഡ്ഢികളായിട്ടാണ് ഇരിക്കുന്നത് വീട്ടില്. ഇത് കാണുമ്പോൾ ആളുകൾക്ക് തോന്നൂല്ലേ നമ്മൾ മാത്രം എന്തിനാ വീട്ടിനകത്ത് ഇരിക്കുന്നത് എന്ന്? തീർച്ചയായിട്ടും. വളരെയധികം തന്നെ. ഏതായാലും കാണുന്നവർക്ക് അങ്ങനെ തോന്നാതിരിക്കുക. കാരണം വീട്ടിനകത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് വേണ്ടി തന്നെയാണ്. അതിനുശേഷമാണ് നമ്മുടെ ബന്ധുക്കൾക്കോ മക്കൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ ഒക്കെ വേണ്ടിയുള്ളത്. ആദ്യം നമുക്ക് വേണ്ടി ഇരിക്കുക. അതെല്ലാവരും നിയാസ് പറഞ്ഞ പോലെ മറക്കാതിരിക്കുക. ശ്രീ നിയാസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിയാസ് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ നിയാസിന്റെ അഭിപ്രായം. എന്താണ് ചോദിച്ചോളൂ, പറയാം. എന്ത് തോന്നുന്നു ജനങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നത് കാണുമ്പോൾ നിയാസിന്? അല്ല, ഞാൻ നോക്കുന്നത് ഇപ്പൊ നമ്മൾ എത്ര കാലം ഈ ക്വാറന്റൈനിൽ നമ്മൾ വീട്ടിൽ കഴിയണം എന്നുള്ളതാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. ഇപ്പൊ ഇന്നലെ മുരളീധരൻ എന്ന് പറയുന്ന നമ്മൾ എം പി പറയുന്നത് കേട്ടു, ഇനി ജൂണിലും കൂടെ ഇത് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കൂടുതൽ ടി വി മാധ്യമത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്.
ഹലോ, പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് എത്ര കാലം ഇത് തുടർന്ന് ഇനിയിപ്പം എങ്ങനെ കഴിയാൻ പറ്റും? ഇനി ഇത് എപ്പോഴാണ് ഇത് അവസാനിക്കാന്ന് നമുക്കത് പറയാൻ പറ്റൂല. ഈ വൈറസ് ആയതുകൊണ്ട് എപ്പോഴാണ് പൊട്ടിപ്പുറപ്പെടുക നമുക്ക് പറയാൻ കഴിയില്ല. ചൈനയിലൊക്കെ പിന്നീടും തിരിച്ചു വന്നു. പിന്നീട് രണ്ടാമത്തെ ഘട്ടം വന്നു എന്ന് പറയുന്നു, അവിടെ വ്യാപിച്ചെന്ന് പറയുന്നു ഒക്കെ നമുക്ക് കണക്കുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാൽ തന്നെയും നമുക്ക് ഇവിടെ വരായില്ല. പക്ഷെ എന്നാലും നമ്മൾ സൂക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ വീട്ടിൽ ഇരിക്കുന്നതാണ് എത്രയാണ് നമ്മൾ അനിശ്ചിതമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ അല്ലേ? അതെ, അതാണ് നമുക്ക് ആശങ്ക. ഇപ്പൊ നമ്മളിപ്പം ഒരു കുറച്ചാളെ നമ്മളിപ്പം ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി, പിന്നെ ഇതുപോലൊരു ഇത് വന്നു കഴിഞ്ഞാല് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. വളരെയധികം നന്ദി നിയാസ്. ശ്രീ രാധാകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, അതാണ് കാരണം. ആദ്യം 3 ആഴ്ച പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് വീണ്ടും നീട്ടിയിട്ട് ഇടയ്ക്ക് ഇളവുകൾ വരും 20-ാം തീയതി മുതൽ എന്ന് പറയുന്നു. ആ ഇളവുകൾ വന്ന് കുറച്ചിറങ്ങിയപ്പോൾ വീണ്ടും അതെല്ലാം കൊട്ടിയടയ്ക്കുന്നു. ബാർബർ ഷോപ്പാണെങ്കിലും കടകളാണെങ്കിലും ഒക്കെ. എന്നിട്ട് പറയുന്നു അടുത്ത 3-ാം തീയതി കഴിയട്ടെ എന്ന്. 3-ാം തീയതി കഴിയുമ്പോൾ വീണ്ടും നീണ്ടുപോകുമോ എന്നൊരു ആശങ്ക. എന്ത് തോന്നുന്നു രാധാകൃഷ്ണന്? സാറേ, ഞാനിത് ഒരു കാര്യം പറയട്ടെ. നമ്മള് കേൾക്കാമോ സാറേ? ഹലോ, ഇത് മനഃപൂർവ്വം ആളുകൾ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 1 മാസത്തോളമായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. എന്തെങ്കിലും ഒരു അത്യാവശ്യം ഇല്ലാതെ ആളുകൾ റോട്ടിലിറങ്ങും. മനുഷ്യന് അവന്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ 1 മാസമായിട്ട് മുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ്. ആ ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ആളുകൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പുറത്തോട്ടിറങ്ങുന്നതാണ്. അതിനുവേണ്ടി ഇവിടെ ആളുകളുടെ സംസാരം കേട്ടാൽ തോന്നും ഇത് പിണറായി വിജയൻ കൊണ്ടുവന്ന രോഗമാണെന്ന് വിചാരിക്കും. സംസാരത്തിന്റെ ഓരോ ട്യൂൺ കേട്ട് കഴിഞ്ഞാൽ ഇവിടെ ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വന്നു. നിപ വൈറസ്, പിന്നെ ഒരു മലവെള്ളപ്പൊക്കം, ഇപ്പൊ COVID-19. ഒന്നും ആലോചിച്ച് നോക്കി. ഈ ഒരു ഗവൺമെന്റ് ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റം പരിശ്രമം ഇതിന്റെ. അതാണ്. ശ്രീ പങ്കജൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ പങ്കജൻ, ഇതാണ് ആളുകളെ ഇപ്പോൾ നമ്മൾ കുറ്റം പറയുന്നതിലും കാര്യമില്ല എന്നാണ് രാധാകൃഷ്ണൻ പറയുന്നത്. കാരണം ഇത്രയും ദിവസം വീട്ടിനകത്ത് നിൽക്കുക, ഓരോ അത്യാവശ്യം പലർക്കും ഉണ്ടാകും. നീട്ടി വെച്ച് അത് ഒരു പരിധിയില്ലേ എന്തിനും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്ത് തോന്നുന്നു പങ്കജന്? സാറേ, നമുക്ക് പറയാനുള്ളത് ഇപ്പൊ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതെ. അപ്പൊ ഇത്ര ദിവസം നമ്മൾ സഹിച്ചിരിക്കാമെങ്കിൽ ആ പറയുന്ന ബാക്കി കൂടെ നമ്മൾ സഹിക്കുക എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇത്രയും യുവാക്കൾ നമുക്കറിയാമല്ലോ, മാസ്ക് വെക്കുക. അതുകൊണ്ട് എത്രയോ പേര് 2-3 പേര് ഇപ്പോഴും യാത്ര ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ആലപ്പുഴ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആലപ്പുഴ കളക്ടറുടെയും ജില്ലാ പോലീസിന്റെയും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ശക്തമായ ഇടപെടലുകൊണ്ടാണ് ഇവിടുന്ന് നമുക്ക് ഉച്ചാടനം ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഈ വിഷയം. അപ്പൊ ശരിക്കും ഹലോ പറഞ്ഞോളൂ. അപ്പൊ അതാണ് ഇതിന്റെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു കാര്യം നമ്മൾ എടുക്കണം. അത് നമ്മൾ എത്രയും സഹിച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമല്ല. വളരെയധികം നന്ദി പങ്കജൻ. ശ്രീ ഷമീർ കൂടി ചേരുന്നുണ്ട്. ഷമീർ, ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നുണ്ടെങ്കിലും നരേന്ദ്രമോദി ചെയ്യുന്നുണ്ടെങ്കിലും പോലീസ് നടപടി എടുക്കുന്നുണ്ടെങ്കിലും ഒക്കെ അവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണെന്ന് ആളുകൾ ആദ്യം തിരിച്ചറിയണം. ശരി തന്നെ. പക്ഷേ അതോടൊപ്പം ആളുകൾക്ക് എന്നുണ്ടാകും, എന്ന് ഈ ലോക്ക്ഡൗൺ മാറും, കാര്യങ്ങൾ നേരെയാകും എന്ന് നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ആശങ്ക ഷമീറിനുമുണ്ടോ? ഇല്ല, ഈ സർക്കാർ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. പറഞ്ഞോളൂ. അപ്പോ അതിന് ദൈവത്തോട് നന്ദി പറയുന്നത് പോലെ ഈ മനുഷ്യനോട് പറയാം, കാട്ടണം നമ്മള്. അല്ല ഈ പ്രളയ സമയത്തും ദൈവത്തോട് നന്ദി പറയുന്നത് പോലെ മുഖ്യമന്ത്രിയോട് നന്ദി പറയണം ഷമീർ. തീർച്ചയായിട്ടും. അപ്പോ നമ്മുടെ പ്രളയ സമയത്തും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിവർന്നു നിൽക്കാൻ സമയമായപ്പോഴത്തേക്ക് ഉടനെ കുറ്റങ്ങൾ പറയുന്നത് അത് ശരിയല്ല. വളരെയധികം നന്ദി ഷമീർ. ശ്രീലത കൂടി ചേരുന്നു. ശ്രീലത പറഞ്ഞോളൂ, ശ്രീലതയുടെ അഭിപ്രായം. സാർ, ഞാൻ കായംകുളത്തുനിന്നാണ് വിളിക്കുന്നത്. എന്റെ മോള് കോയമ്പത്തൂരാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവള് ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന് മുമ്പ്, അത് 20-ാം തീയതിയാണ് നാട്ടിലെത്തിയത്. ഞങ്ങൾ അന്ന് ഞങ്ങളുടെ ഗേറ്റ് പൂട്ടിയിട്ടിട്ട് ഇന്നലെ വരെ ഞങ്ങൾ ആ ഗേറ്റ് തുറന്നിട്ടില്ല. കാരണം നമുക്കൊരു ഭയപ്പാടോടുകൂടിയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. പക്ഷെങ്കിൽ എന്റെ വീട് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ റോഡാണേ. അപ്പൊ ഈ ആൾക്കാർ ഈ പരക്കം പാഞ്ഞ് ലോക്ക്ഡൌൺ ശകലം ഓപ്പൺ ആക്കി എന്ന് അറിഞ്ഞപ്പോഴത്തെ നമ്മുടെ വീടിന്റെ ഭാഗത്തൂടെയുള്ള പരക്കം പാഞ്ഞുള്ള ഒരു പോക്ക് കാണുമ്പം നമ്മൾ തന്നെ വിട്ടികളെ പോലെ റൂമിലിരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പൊ നമുക്കുള്ളത്. കാരണം എനിക്കൊന്ന് ATM പോയോ അല്ലെ എന്റെ ഒരു സാധനം വാങ്ങിക്കാൻ ഞങ്ങൾ ഈ 1 മാസമായിട്ട് പുറത്തിറങ്ങിയിട്ടില്ലെന്നുള്ളത്.
അതിനെ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെയാണ് കാണുന്നത്. അതാണ് ശ്രീലത. അപ്പോൾ ശ്രീലതയെ പോലെ ആളുകൾ കരുതുന്നത് കൊണ്ടാണ് നമുക്ക് നാട്ടിൽ ഇത് ഇത്രത്തോളം വ്യാപിക്കാത്തത്. മറ്റുള്ളവർ ഇറങ്ങി നടക്കുന്നത് പോലെ എല്ലാവരും തുടങ്ങിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. നമുക്ക് മഹാരാഷ്ട്രയോ ഡൽഹിയോ മധ്യപ്രദേശോ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എത്രയാണ് മരണം മഹാരാഷ്ട്രയിലൊക്കെ. ഇതിപ്പോൾ ശ്രീലത കരുതുന്നത് പോലെ ഓരോരുത്തരും കരുതി അകത്തിരുന്നതാണ് ഇതിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളതല്ലേ? ഇതില് സാധനങ്ങൾ കൊണ്ട് പച്ചക്കറിയൊക്കെ ഉള്ള സാധനങ്ങൾ കൊണ്ട് വരുമ്പം തന്നെ ഞാൻ ഗേറ്റിന്റെ ഇപ്പുറത്ത് നിന്നിട്ട് സാനിറ്റൈസർ കൊണ്ട് അവർക്ക് കൊടുത്തിട്ടാണ് അവരപ്പം ചോദിക്കും, അയ്യോ ഇതെന്തിന്, ഇപ്പൊ എന്തായാലും നിങ്ങൾ കൈ തുടച്ചതിന് ശേഷം നമുക്ക് തന്നാ മതി എന്ന് പറഞ്ഞിട്ട് പൈസ പോലും ഗേറ്റിന്റെ വെളിയിൽ വെച്ച് കൊടുക്കും. അവര് സാധനം ഗേറ്റിനകത്ത് അകത്തോട്ട് ഇങ്ങനെ വെച്ച് തരിക ചെയ്യുന്നത്. അത്രയും നമ്മളൊരു ഭയങ്കര ഒരു സീരിയസോട് കൂടിയാണ്. അതെ, വളരെയധികം നന്ദി ശ്രീലത. അതാണ് ഓരോരുത്തരുടെയും കരുതൽ. ശ്രീ സജീവൻ കൂടി ചേരുന്നു. ശ്രീ സജീവൻ, ഇതാണ് നമ്മൾ ഓരോരുത്തരും. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ടോ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തതോ കൊണ്ടോ ഒന്നും കാര്യമില്ല. അവർക്കൊക്കെ പറയാനേ കഴിയൂ. ഞാനും താങ്കളും തൊട്ട് മുൻപ് സംസാരിച്ച പ്രേക്ഷകയും ഇനി സംസാരിക്കാൻ പോകുന്ന ആളും എല്ലാവരും ഒരേ മനസ്സോടുകൂടി നിന്നതുകൊണ്ടല്ലേ നമുക്ക് കാര്യങ്ങൾ അല്പമെങ്കിലും നിയന്ത്രിക്കാൻ പറ്റിയത്. അത് ശരിക്കും നമ്മള് കുറച്ച് ഈ വിഷുവിന്റെ തലേന്ന് തൊട്ട് തന്നെ നമ്മൾ കുറച്ച് റിലാക്സേഷൻ ആയിപ്പോയി. എല്ലാവരും പുറത്തിറങ്ങുക, എല്ലാവരും കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അകത്തിരിക്കുന്ന ആൾക്കാർ വിഡ്ഢികളാവുന്നുള്ള അവസ്ഥ. അവരെല്ലാവരും സർക്കാരും ശരിക്കും പറഞ്ഞാല് ആ നിമിഷം തന്നെ സർക്കാരിന്റെ നിലപാടുകൾ കുറച്ച് മാറ്റാൻ തുടങ്ങി. റിലാക്സ് ചെയ്തു, ഒരു സംശയം അതിനകത്ത് വേണ്ട. കാര്യം നമ്മളെല്ലാത്തിനും മുന്നിലാണ്. നമ്മൾ കപ്പ് വാങ്ങുന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അത് തെറ്റാണ്. വളരെയധികം നന്ദി സജീവൻ. ശ്രീ മുരളീധരൻ കൂടി ചേരുന്നു. ശ്രീ മുരളീധരൻ പറഞ്ഞോളൂ. ശരി, നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞോളൂ. അതെ, ഒരു നിപ്പ, 2 പ്രളയം, പിന്നെ ഈ കേരള ഗവൺമെന്റിന്റെ ഈ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വൃത്തിയും വെപ്പിലും കൊണ്ടു നടക്കുന്നത്. അതെ. അപ്പൊ ഇത് ജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം വന്ന കാരണം കൊണ്ടാണ് ഈ കേരള ഗവൺമെന്റ് രക്ഷിക്കും എന്നുള്ള ഒറ്റ പ്രതീതി കാരണം കൊണ്ടാണ് ഈ ജനങ്ങൾ ഇപ്പൊ രംഗത്തിറങ്ങിയത്. വളരെയധികം നന്ദി ശ്രീ മുരളീധരൻ. ശ്രീ മുരുകൻ കൂടി ചേരുന്നുണ്ട്. അതാണോ മുരുകൻ? എന്തായാലും കാര്യമില്ല, കുഴപ്പമില്ല, സർക്കാരുണ്ടല്ലോ രക്ഷിക്കാൻ, അങ്ങനെ ഒരു തോന്നലാണോ? എന്ത് തോന്നുന്നു താങ്കൾക്ക് മുരുകൻ? തീർച്ചയായിട്ടും സാർ. കാരണം നമ്മൾ ഈ സർക്കാർ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല കാര്യം തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും ശരി, കേരള ഗവൺമെന്റ് ആണെങ്കിലും ശരി, ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അവർ പറയുന്നത് അനുസരിച്ച് നമ്മൾ വീട്ടിൽ കഴിയുക തന്നെയാണ് വേണ്ടത്. വളരെയധികം നന്ദി മുരുകൻ. സമയം പരിമിതി ഉണ്ട്, അതുകൊണ്ടാണ്, ദയവായി ക്ഷമിക്കുക. ഏതായാലും സർക്കാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവരും പറയും. പക്ഷേ അതൊക്കെ രാഷ്ട്രീയം നോക്കി കേൾക്കാതിരിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ സ്വയം നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ വീടിന് വേണ്ടിയിട്ടുമാണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ കഴിഞ്ഞു. വിളിച്ച പ്രേക്ഷകർക്ക് നന്ദി. പൊതുവേദി പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്ത. നമസ്കാരം.